ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എ ഡയറക്ഷൻ പോൾ വാസ് സിറ്റുവേറ്റഡ് ഓൺ എ ക്രോസിംഗ്. ഒരു ക്രോസിംഗിൽ ഒരു ഡയറക്ഷൻ പോൾ കൊടുത്തിട്ടുണ്ട്. ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ് ദ പോൾ ടേൺഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ്. ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് പോള് ചെരിഞ്ഞു കുറച്ച്. സച്ച് എ മാനർ ദാറ്റ് പോയിന്റർ വിച്ച് വാസ് ഷോയിങ് ഈസ്റ്റ്. അതായത് ഈസ്റ്റ് ഷോ ചെയ്തുകൊണ്ടിരുന്നത്, ഈസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നത് പോയിന്റർ അങ്ങോട്ട് മാറി സ്റ്റാർട്ടഡ് ഷോയിങ് സൗത്ത്. അപ്പോൾ ഈസ്റ്റ് എന്തായി? സൗത്തായി. നമുക്കൊന്ന് ഈ പോയിന്ററിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നോർമൽ ഇത് നമുക്ക് എവിടെ സൗത്തായി എടുക്കാം. ഇതെന്താ? സൗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോർത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്. അപ്പോൾ മാറിയത് നമുക്ക് ഏത് കളറിൽ? ബ്ലൂവിൽ കൊടുക്കാം. അതായത് ഈസ്റ്റ് ഷോ ചെയ്തത് എന്തായി? സൗത്തായി. ഈസ്റ്റ് സൗത്ത് ആയിട്ടുണ്ട്. വെസ്റ്റ് എന്തായി? നോർത്തായില്ലേ? വെസ്റ്റ് നോർത്തായി. പിന്നെന്താണ് കൊടുത്തിട്ടുള്ളത്? വൺ ട്രാവലർ വെന്റ് ടു റോങ് ഡയറക്ഷൻ തിങ്കിങ് ടു ബി വെസ്റ്റ്. ഒരാൾ വെസ്റ്റിലേക്ക് പോയി, വെസ്റ്റിലേക്കാണ് പോകുന്നത്, ബട്ട് ആക്ച്വലി എങ്ങോട്ടാണ് പോയത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഡയറക്ഷൻ ആക്ച്വലി ഹി വാസ് ട്രാവലിംഗ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എങ്ങോട്ടേക്കാണ് പോയത്? വെസ്റ്റിലേക്കാണ് പോയത്. ആക്ച്വലി അയാൾ വിചാരിക്കുന്ന വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, പക്ഷെ ഇത് തിരിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ വെസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് തിരിഞ്ഞു വരുമ്പോൾ വരുന്നത്? നോർത്തല്ലേ? നോർത്ത് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, നോർത്ത്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എ മാൻ ലീവ്സ് ഫ്രം ഹിസ് ഓഫീസ് ഫോർ ഹിസ് ഹോം. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഹി വാക്സ് ടുവേഴ്സ് ഈസ്റ്റ്. ഫസ്റ്റ് എന്താ ഡയറക്ഷൻ എഴുതണം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഏതാ? നോർത്ത് സൗത്തൊക്കെ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഹി വാക്സ് ടുവേഴ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് പോയി. ഓഫീസിൽ നിന്നാണ് പോകുന്നത്, അത് മാർക്ക് ചെയ്യണം. ഓഫീസ് ഈസ്റ്റിലേക്കല്ല പോയേ. ആഫ്റ്റർ മൂവിങ് എ ഡിസ്റ്റൻസ് ഓഫ് 20 മീറ്റർ. 20 മീറ്ററാണ് ഈസ്റ്റിലേക്ക് പോയത്, അത് നമുക്ക് മാർക്ക് ചെയ്യാം. 20 മീറ്റർ. അത് കഴിഞ്ഞിട്ട് എന്താ? ഹി ടേൺസ് സൗത്ത് ആൻഡ് വാക്ക് 10 മീറ്റർ. സൗത്തിലേക്ക് എത്ര പോയി? 10 മീറ്റർ പോയി. 10 മീറ്റർ സൗത്തിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ കൊടുത്തേ? ദെൻ ഹി വാക്സ് എത്ര? 35 മീറ്റർ ടുവേഴ്സ് വെസ്റ്റ്. 35 മീറ്റർ പിന്നെ വെസ്റ്റിലേക്ക് പോയി. മീറ്റർ വെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആൻഡ് ഫർദർ 5 മീറ്റർ ടുവേഴ്സ് നോർത്ത്. നോർത്തിലേക്ക് 5 പോയി. ഇവിടെ 10 ഉണ്ട്, അന്നേരം അതിൻ്റെ പകുതി നമ്മൾ വരച്ചാൽ മതി. 5 മീറ്റർ നോർത്തിലേക്ക് പോയല്ലോ. അത് കഴിഞ്ഞിട്ട് ഹി ദെൻ ടേൺസ് ടുവേഴ്സ് ഈസ്റ്റ് ആൻഡ് വാക്ക് എത്ര? 15. അത് കഴിഞ്ഞിട്ട് ഈസ്റ്റിലേക്ക് എത്ര പോയി? 15. 15 മീറ്റർ. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ 35 മീറ്ററാണ്, പിന്നെ അതേ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. മുകളിലത്തെ 20ഉം ഇവിടെ 15ഉം 35ആയില്ലേ? അന്നേരം സ്റ്റാർട്ടിങ് പോയിന്റും എൻഡ് പോയിന്റും എവിടെയാണ്? ഒരേ ലൈനിലല്ല വന്നിട്ടുള്ളത്, ഒരേ ലൈനിൽ വന്നു. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ്
ഇൻ മീറ്റേഴ്സ് ബിറ്റ്വീൻ ഹീസ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്താ, 10 മീറ്റർ ആണ് ഈ വെർട്ടിക്കൽ ലൈന് വരുന്നത്. താഴോട്ട് സഞ്ചരിച്ച ദൂരം 10 അല്ലേ, അതിൽ 5 പിന്നെ മുകളിലേക്ക് പോയി. പിന്നെ ബാക്കി എത്രയാണുള്ളത്? 5 അല്ലേ. 5 മീറ്റർ. 5 മീറ്റർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? കുണൽ വാക്സ് 10 കിലോമീറ്റർ ടുവേഴ്സ് നോർത്ത്. എങ്ങോട്ട് പോയി? 10 കിലോമീറ്റർ എങ്ങോട്ടാണ് പോയേ? നോർത്തിലേക്കല്ല പോയേ. നമുക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്താത്ത ഫസ്റ്റ്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, റൈറ്റ് സൈഡ് എന്താണ്? ഈസ്റ്റ്, ലെഫ്റ്റ് സൈഡ് എന്താണ്? വെസ്റ്റ്. 10 കിലോമീറ്റർ നോർത്തിലേക്കല്ല പോയേ. അത് നമുക്ക് മാർക്ക് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 10 കിലോമീറ്റർ നോർത്ത്. അത് കഴിഞ്ഞിട്ട് എന്തായി? ഹി വാക്സ് 6 കിലോമീറ്റർ ടുവേഴ്സ് സൗത്ത്. നമുക്ക് വേറെ കളറിൽ സൂചിപ്പിക്കുക. കാരണം എന്താ, കറക്റ്റ് നോർത്തിലേക്ക് 10 കിലോമീറ്റർ പോയിട്ട് തിരിച്ച് 6 കിലോമീറ്റർ വന്നു, 6 കിലോമീറ്റർ വന്നു. 6 കിലോമീറ്റർ സൗത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ? ദെൻ ഹി വാക്സ് 3 കിലോമീറ്റർ ടുവേഴ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 3 കിലോമീറ്റർ പോയി. റെഡിൽ തന്നെ കൊടുക്കാം അല്ലേ, റെഡ് വേണ്ട. ഈസ്റ്റിലേക്ക് 3 കിലോമീറ്റർ പോയല്ലോ. ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഹീ വിത്ത് റെഫറൻസ് ടു ഹി സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏത് ഡയറക്ഷൻ, എത്ര ദൂരത്തിലാണ്, ഏത് ഡയറക്ഷനിലാണ് ഉള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കി നോക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതായിരുന്നു? ഇതല്ലേ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് 10 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് 6 കിലോമീറ്റർ താഴോട്ട് വന്നു. 6 കിലോമീറ്റർ താഴോട്ട് വന്നിട്ട് ഈസ്റ്റിലേക്ക് 3 കിലോമീറ്റർ പോയി. അതായത് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്ത്? ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ആ ട്രയാങ്കിൾ ഞാൻ ഒന്ന് എടുത്ത് വരയ്ക്കുന്നുണ്ട്. എ ബി സി ഡി നമുക്ക് കൊടുക്കാം. എ ബി സി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എ ബി എത്രയാണ്? 3 കിലോമീറ്റർ അല്ലേ ഈസ്റ്റിലേക്ക് പോയത്. പിന്നെ അതേപോലെ തന്നെ 10 കിലോമീറ്റർ ആണ് മുകളിലേക്ക് സഞ്ചരിച്ചത്. അവിടെ നിന്ന് 6 തിരിച്ചു വന്നു. 6 തിരിച്ചു വന്നാൽ ബാക്കി എത്രയാണ്? 4. നമ്മൾ ഡയറക്ഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കൂലേ, അത് മിക്കവാറും എത്രയാണ് വരിക? 3ഉം 4ഉം ആണ് വരിക. അല്ലെങ്കിൽ 30ഉം 40ഒക്കെയാണ് വരുന്നത്. അതായത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 5 തന്നെ കിട്ടും, അല്ലെങ്കിൽ 50 കിട്ടും. ആ രീതിയിലാണ് നമുക്ക് മാക്സിമം പ്രോബ്ലം കാണുന്നത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വേഗം ആൻസറിലെത്താൻ പറ്റും. ഇനി നമുക്ക് നോക്കാം എത്രയാണ് വരിക. എ ബി സി എല്ലാം കണ്ടുപിടിക്കണ്ടേ. ബി സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4 സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? 16. അതേപോലെ തന്നെ 3 സ്ക്വയർ എത്രയാണ്? 9. 16 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 25. അതങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാം അതേപോലെ തന്നെ അല്ല, എന്നാലും മാക്സിമം പ്രോബ്ലം ഒക്കെ അതേപോലെ തന്നെ വരും. 25. 25ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്രയാണ്? 5. 5 കിലോമീറ്റർ അല്ലേ? 5 കിലോമീറ്റർ. അപ്പം നമ്മുടെ ആൻസർ 5 കിലോമീറ്റർ വരുന്നത്. നമുക്ക് ലാസ്റ്റത്തെ 2 ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് 5 കിലോമീറ്റർ കിട്ടി. 5 കിലോമീറ്റർ എങ്ങോട്ടാ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് റെഫറൻസ് വരുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്ക് വരുന്നത്? ജസ്റ്റ് ഒന്ന് ഇവിടെ എന്ത് ചെയ്യാം? ഡയറക്ഷൻ മാർക്ക് ചെയ്യാം എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ ഈസ്റ്റ്, ഇവിടെ നോർത്ത്. ഇപ്പം നോർത്ത് ഈസ്റ്റിലേക്കല്ല പോകുന്നത്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്, 5 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ്.
ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? റോഹൻ വാക്സ് എ ഡിസ്റ്റൻസ് ഓഫ് 3 കിലോമീറ്റർ ടുവേഴ്സ് നോർത്ത്. ഫസ്റ്റ് ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. 3 കിലോമീറ്റർ എങ്ങോട്ടാ പോയ? നോർത്തിലേക്ക്. അപ്പോൾ നോർത്തിലേക്ക് 3 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് ദെൻ ടേൺസ് ടു ഹീസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 2 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് 2 കിലോമീറ്റർ പോയി. ഇപ്പം നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് തന്നെ നോക്കിയാൽ മതി. നമ്മുടെ ലെഫ്റ്റിലേക്ക് എത്രയാണ് പോയത്? 2 കിലോമീറ്റർ. ഹീ അഗെയിൻ ടേൺസ് ടു ലെഫ്റ്റ് ആൻഡ് വാക്സ് ഫോർ 3 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് പോയി. ഇപ്പം എങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അന്നേരം നമ്മളെ റൈറ്റ് സൈഡ് എവിടെ? മുകളിലായിട്ട് വരും. റൈറ്റ് സൈഡ് മുകളിൽ വരും, ലെഫ്റ്റ് സൈഡ് താഴെ വരും. എങ്ങോട്ടാണ് പോയത്? ഈ അഗൈൻ ടേൺസ് ടു ലെഫ്റ്റ് ആൻഡ് വാക്ക് 3 കിലോമീറ്റർ. ലെഫ്റ്റിലേക്ക് 3 കിലോമീറ്റർ. ലെഫ്റ്റിലേക്ക് 3 കിലോമീറ്റർ പോയി. അറ്റ് ദീസ് പോയിന്റ് ഹീ ടേൺസ് ടു ഹീസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് ഫോർ 3 കിലോമീറ്റർ. അവിടുന്ന് ലെഫ്റ്റിലേക്ക് എത്രയാണ് പോയത്? 3 കിലോമീറ്റർ പോയി. ഇപ്പം നമ്മൾ സൗത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അന്നേരം നോർത്തിൽ പോകുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുണ്ടാവും. സൗത്തിലേക്ക് വരുമ്പം നമ്മുടെ റൈറ്റ് സൈഡ് എവിടെ ഉണ്ടാവുക? ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. അന്നേരം ഇവിടെ റൈറ്റ്, ഇവിടെ ലെഫ്റ്റ്. ലെഫ്റ്റിലേക്ക് എത്രയാണ് പോയത്? 3 കിലോമീറ്റർ പോയി. വേറെ കളറിൽ സൂചിപ്പിക്കാം. 3 കിലോമീറ്റർ പോയി. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി കിലോമീറ്റേഴ്സ് ഈസ് ഹീസ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര കിലോമീറ്ററിലാണ് ഉള്ളതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര കിലോമീറ്ററിലാണുള്ളത്? മുകളിലേക്ക് സഞ്ചരിച്ച് അതേ ദൂരം താഴോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലാണുള്ളത്. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും സ്ട്രെയിറ്റ് ലൈനിലാണുള്ളത്. പിന്നെ അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമുക്കറിയാം. 3 ഇവിടുന്ന് സഞ്ചരിച്ചത്, 3 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഇവിടെ പോയി. 2 കിലോമീറ്റർ പോയാൽ ബാക്കി എത്രയാണ്? 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, 1 കിലോമീറ്റർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ക്വസ്റ്റ്യനേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.